ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല, അത് കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ പരിഹരിച്ചു അമ്മേ. അമ്മേ അമ്മേ ഞാൻ കൽപ്പന വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലല്ലോ. ഞാൻ കുറെ തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തുപറ്റി? അതെ, ഞാൻ അച്ഛന് ഫോൺ കൊടുക്കാം. എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചു പിടിച്ചോണ്ട് വരും അമ്മ. അതിനിടയിൽ ഇങ്ങനെയൊന്നും സംഭവിക്കരുത് അമ്മ. എനിക്ക് സൂര്യയുടെ കൂടെ ജീവിക്കണം. എനിക്ക് അമ്മയുടെ മരുമകളായിട്ട് ഈ കണിമംഗലത്ത് തന്നെ ഉണ്ടാവണം. പ്ലീസ് അമ്മേ, അമ്മ അച്ഛനോട് സംസാരിച്ചേ പറ്റൂ. എല്ലാവരും തള്ളി പറഞ്ഞപ്പോ ഏട്ടത്തിയോളം മനസ്സിലാക്കുന്നുള്ള വിശ്വാസത്തിലാ വന്നത്. നിങ്ങൾ രണ്ടുപേരും പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്റെ ഭർത്താവ് എടുക്കുന്ന ഒരു തീരുമാനവും മാറ്റാൻ ഞാൻ അദ്ദേഹത്തോട് പറയില്ല. പെട്ടെന്ന് ഇതൊക്കെ കേൾക്കുമ്പോ എന്റെ മോന് വിഷമം ഉണ്ടാവുമായിരിക്കും. പക്ഷേ പരമേശ്വരേട്ടൻ തീരുമാനിച്ചതുപോലെ നാളെ രാവിലെ കൽപ്പന ഇവിടുന്ന് ഇറങ്ങിയേ പറ്റൂ. കണിമംഗലത്തിനൊരു അന്തസ്സുണ്ട്, അത് വിട്ടുകളയാൻ പറ്റില്ല. ഒരു രാത്രി കൂടി നമ്മുടെ മുമ്പിലുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നീ ധൈര്യമായിട്ടിരിക്കും. താൻ എന്തിനാണോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? വിഷമിക്കാതെ പിന്നെ എന്തൊക്കെയാ വരും നമ്മുടെ വീട്ടിൽ നടന്ന്? എല്ലാവരുടെ സ്വസ്ഥതയും പോയില്ലേ? ഓരോരുത്തർ കരുതിക്കുട്ടി ഓരോന്ന് ചെയ്താല് നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂടോ? ഏട്ടനോട് നമ്മൾ എന്തൊക്കെ പറഞ്ഞു, അവരുടെ ജീവിതം നല്ലതായിട്ട് പോകാൻ വേണ്ടി എന്തൊക്കെ വേഷം കെട്ടിച്ചു. നമ്മൾ പറയുന്ന കേട്ട് ഏട്ടത്തെ ഏട്ടൻ സ്നേഹിക്കുകയും ചെയ്തു. എന്നിട്ട് എടോ, ഈ കാര്യത്തിൽ നമ്മൾ കൂടുതൽ സംസാരിക്കാതിരിക്കുന്ന നല്ലത്. സത്യം പറഞ്ഞ എന്റെ ഏട്ടനെ ചതിച്ചു എന്ന് കേട്ട നിമിഷം അവളെ കൊന്നുകളയാൻ എനിക്ക് തോന്നിയത്. ഏട്ടനൊരു പാവ, ഒന്നും താങ്ങാനുള്ള ശേഷി ഏട്ടനില്ല. ഒറ്റയ്ക്കിരുന്ന് എത്ര തവണ നിലവിട്ട് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയോ? ഞാൻ അപ്പോഴെല്ലാം ചേർത്ത് പിടിക്കും. കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ എന്റെ നെഞ്ചി കിടന്ന് കരയും. ഏട്ടൻ വീണ്ടും നടന്നു തുടങ്ങിയപ്പോ ഈ കുടുംബം തന്നെയാണ് ഏട്ടനോടൊപ്പം എഴുന്നേറ്റ് നടന്നത്. ഏട്ടത്തിക്കിപ്പോ വല്ലാത്ത സ്നേഹമാണെന്നൊക്കെ ഏട്ടൻ എന്നോട് പറയും. പറ്റിക്കായിരുന്നില്ലേ ആ പാവത്തിന്? സ്വന്തം അനിയനുമായി കിടപ്പറ കയറി വാതിലടയ്ക്കുന്നവളെ പച്ചയ്ക്ക് കത്തിച്ച് കൊല്ലണം. വരുൺ, ഞാൻ ചെയ്ത തെറ്റായി പോയോ? എല്ലാരെയും വിളിച്ച് അറിയിക്കരുതായിരുന്നോ? എടോ, താൻ ചെയ്തതിൽ എന്താ തെറ്റ്? ഇപ്പോഴെങ്കിലും അത് അറിഞ്ഞത് ഭാഗ്യമായിട്ട് കരുതിയാൽ മതി. അല്ലെങ്കിലേ എല്ലാ കാലവും അവളെ ഏട്ടനെ വിട്ടിയാക്കുമായിരുന്നില്ലേ? പോട്ടോടോ, പൊറുക്കാൻ പറ്റാത്ത തെറ്റ് ചെയ്തവരൊക്കെ വീടിന് പുറത്ത് തന്നെ പോട്ടെ. അതിന്റെ പേരിൽ ഒരു തുള്ളി കണ്ണീര് പോലും ഒരാളിൽ നിന്നും പൊടിയാൻ പാടില്ല. നമുക്കൊരു തീരുമാനം എടുക്കാൻ എളുപ്പാ, പക്ഷെ ഏട്ടനോ? ശരീരവും മനസ്സൊക്കെ ഒന്ന് നേരെ വരുന്നല്ലേ ഉള്ളൂ. എന്തു പറയാൻ? ആര് പറഞ്ഞു മനസ്സിലാക്കും? മനസ്സറിഞ്ഞ് എന്റെ ആങ്ങളയാണെന്ന് പറയുന്ന ഒരാള് എനിക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ല വരും. എടോ, ഈ കണിമംഗലം കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. ഇവിടെ ആരെങ്കിലുമൊക്കെ ധൈര്യം കാണിച്ചേ പറ്റൂ. ഏട്ടൻ എന്തായാലും തളർന്നു വീഴാൻ നോക്കിയേ പറ്റൂ.
ഏട്ടനെ നമ്മൾ നോക്കൂടോ. ഏട്ടന്റെ മനസ്സ് തളരാതെ ഇടവും വലവും നമ്മൾ നിൽക്കും. എന്ത് കുറവായിരുന്നു ഏട്ടത്തിക്ക്? ഈ കുടുംബത്തിലെ മരുമകളെന്ന പേര് പോരെ? അതെല്ലാം മറന്ന് പലവട്ടം ഞാൻ ഉപദേശിച്ചതാ, പേടിപ്പിച്ചതാ. എന്നിട്ടും അറിഞ്ഞ നിമിഷം തന്നെ താനത് തുറന്നു പറയണമായിരുന്നു. താൻ പേടിച്ചത് ഏട്ടന്റെ മനസ്സാ, ഈ കുടുംബത്തിന്റെ അഭിമാനാ. പക്ഷേ അതൊക്കെ അവൾക്ക് ഒളിക്കാനുള്ള ഇടങ്ങളായിട്ട് മാറി. എന്തായാലും അവസാനിച്ചല്ലോ, എന്നേക്കുമായിട്ടങ്ങ് തീർന്നല്ലോ. കൽപ്പന എന്ന വൃത്തി ഇനി ഈ തറവാട്ടിലുണ്ടാവില്ല. സൂര്യ വിളിക്കുന്നത്. എന്താ അവനോടൊപ്പം പറയാ? അവനൊന്നും അറിഞ്ഞിട്ടല്ലല്ലോ വിളിക്കുന്നത്. ഫോൺ എടുക്ക്. എടാ മോനെ. ആ അമ്മേ, എവിടെയാ? എല്ലാരും കിടന്നോ? ഇല്ല. ആ അതെ, ഓഫീസിൽ നിന്ന് പെട്ടെന്ന് വിളിച്ചപ്പോ ആരോടും പറയാതെ ഒറ്റ പോരലും ഇങ്ങോട്ട് പോരേണ്ടി വന്നു. കൽപ്പന പറഞ്ഞില്ലേ? പറഞ്ഞു മോനെ. ആ ഇവിടെ വന്നപ്പോ ഒരു തൊഴിലാളി പ്രശ്നം, ഒരു പുതിയ യൂണിയൻ ഉണ്ടാക്കുന്നതുമായിട്ടൊരു തർക്കം. അല്ല, അത് കുഴപ്പമൊന്നുമില്ല, അത് ഞാൻ പരിഹരിച്ചു അമ്മേ. അമ്മേ ഞാൻ കൽപ്പന വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലല്ലോ. ഞാൻ കുറെ തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തുപറ്റി? അതെ, ഞാൻ അച്ഛന് ഫോൺ കൊടുക്കാം. സൂര്യ. ആ അച്ഛാ, അതെന്താ അമ്മയുടെ ഒരു കാര്യം ചോദിച്ചപ്പോ അച്ഛന് കൊടുക്കാന്ന് പറഞ്ഞേ? ആ അതോ, അമ്മ അടുപ്പത്ത് ചൂടുവെള്ളം വെച്ചിട്ടാ വന്നത്. അതോർത്തപ്പോ പെട്ടെന്ന് അങ്ങ് പോയതാ. ആ അതാണോ? ആ അച്ഛാ, ഇവിടെ യൂണിയന്റെ പ്രശ്നം ഉണ്ടാക്കിയ ആരെന്നറിയോ? നമ്മുടെ കൃഷ്ണദാസ് ഇല്ലേ, പണ്ട് എസ്റ്റേറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വന്നൊരുത്തൻ. അവന്റെ കൂടെ ബോധമില്ലാത്ത കുറച്ചു പേരുണ്ടായിരുന്നു. ഞാൻ പിന്നെ DVSP വിളിച്ചിട്ട് അങ്ങോട്ട് പോകുന്നത്. അരമണിക്കൂർ കൊണ്ട് പ്രോബ്ലം സോൾവ്. അത് നന്നായി മോനെ. വന്ന നിലയ്ക്ക് കുറച്ച് കാര്യങ്ങളോട് ചെയ്തു തീർക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം.